ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 3 കമ്പനികളെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബൈയോ സെല്ലോ റെക്കമെൻഡേഷനൊന്നുമല്ല, കമ്പനികളെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിഫ്റ്റിയും നമ്മുടെ ഇൻഡിസീസൊക്കെ എല്ലാ ദിവസവും ഓൾ ടൈം ഹൈ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് ആലോചിക്കുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് കടക്കേണ്ടത്. നമ്മൾ ഈ സ്റ്റോക്കുകളൊക്കെ വാങ്ങിക്കേണ്ട ഒരു സമയം തന്നെ അതിൻ്റെ ബോട്ടം പോയിന്റിൽ വാങ്ങിക്കുകയും ചെയ്യണം. ഏറ്റവും ഉയർന്നിരിക്കുന്ന ഇനിയും കയറും എന്ന് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പം നമ്മളിപ്പോൾ ഇനി വരുന്ന ഭാവിയിലേക്ക് ഏതെങ്കിലും കാരണവശാൽ പ്രോഫിറ്റ് ബുക്കിങ്ങോ അങ്ങനെയൊക്കെ ഒരു പാനിക് സെല്ലിങ്ങോ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ അങ്ങനത്തെ കുറച്ച് കമ്പനികളാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഭാവിയിലേക്ക് വളർച്ച സാധ്യതയുള്ള, ഇനിയും വളർച്ച സാധ്യതയുള്ള കുറച്ച് കമ്പനികളാണ്. അപ്പോൾ ആദ്യത്തെ ഒരു കമ്പനി എന്ന് വെച്ചാൽ ബിർള സോഫ്റ്റ് എന്നുള്ള കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനി ഞാൻ ആദ്യം വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം 338.8 രൂപയിലാണ് ആദ്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ റേറ്റ് നോക്കിയേ 786 രൂപ. അപ്പം അന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, അല്ല അതിനപ്പുറത്ത് ഇതിൻ്റെ ഒരു മൊത്തം പെർഫോമൻസ് നമുക്ക് ആദ്യം തന്നെ പറയാം. ഇപ്പോഴത്തെ ഒരു ദിവസത്തെ പെർഫോമൻസ് നോക്കിയേ, കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് 5% മുകളിലാണ് പ്രോഫിറ്റ്. 5 ദിവസത്തെ നോക്കിയേ 9% മുകളിൽ. ഒരു മാസത്തെ നോക്കിയേ 12% റിട്ടേൺ. 6 മാസം നോക്കിയേ 107% മുകളിൽ റിട്ടേൺ. ഒരു കൊല്ലത്തെ നോക്കിയേ 164% റിട്ടേൺ. 5 കൊല്ലം നോക്കിയേ 482%. മാക്സിമം ചാർട്ട് പാറ്റേണിലോ 8700% റിട്ടേൺ. അപ്പോൾ ഈ 8700 എന്ന് പറഞ്ഞാൽ ആ പെർസെൻറ്റേജിലേക്ക് കിട്ടുന്ന റിട്ടേൺ കിട്ടിയവർക്ക് തന്നെ ഉണ്ട്, ഒറ്റയടിക്ക് കിട്ടുമല്ലേ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ഇറക്കങ്ങളുണ്ടല്ലേ. നോക്കി ഇവിടെ എത്ര ശതമാനം ഇടിഞ്ഞു? 79% കറക്ഷനായി. ഇവിടെ നോക്കി 52%. ഇവിടെ എത്ര ശതമാനം ഇടിഞ്ഞു? അതുപോലെ തന്നെ 60%-ൻ്റെ മുകളിൽ. പിന്നെ ഇത് ഇവിടെ എത്ര ശതമാനം ഇടിഞ്ഞു? നോക്കി 53%. ഈ കറക്ഷൻ്റെ സമയത്താണ് ഞാൻ വീഡിയോ ഇട്ടത്. 338 ഏരിയയിലാണ് ഉള്ളപ്പോഴാണ് ഞാൻ വീഡിയോ ഇട്ടത്. അവിടുന്ന് ഇപ്പം എന്തായി? ഇപ്പം എത്ര ശതമാനം റിട്ടേൺ കിട്ടി? അവിടുന്ന് പിന്നെയും കയറി 100%-ൻ്റെ മുകളിൽ. അപ്പോൾ ഈ ഒരു കറക്ഷൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. ഈ കമ്പനീനെ കുഴപ്പം കൊണ്ടാണോ, ഈ കമ്പനിയുടെ കുഴപ്പം കൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇടിയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സെയിൽസ് ഉയരുന്നുണ്ടോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉയരുന്നുണ്ടോ, അതിന് ഫണ്ടമെൻ്റലായിട്ട് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതുപോലുള്ള കാലഘട്ടത്തിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഈ കറക്ഷൻ്റെ പീരീഡിൽ. അപ്പോൾ മൊത്തം IT സെക്ടറിന് മൊത്തത്തിൽ ഇടിവാണെങ്കിൽ എന്താണ്, ഈ കമ്പനിയുടെ പ്രശ്നമല്ല. അപ്പോൾ ഇതിൻ്റെ സെയിൽസ് കണ്ടിന്യൂസ് ഉയരുന്നുണ്ട്. മൊത്തത്തിൽ എല്ലാ IT കമ്പനികളും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കമ്പനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ കുഴപ്പം കൊണ്ടാണ് കറക്ഷൻ വന്നെങ്കിൽ പേടിക്കണ്ട. പർട്ടിക്കുലറായിട്ട് ഏതെങ്കിലും ഒരു കമ്പനീനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഫണ്ടമെൻ്റലായിട്ടുള്ള ഇഷ്യൂ വരുവാണെങ്കിൽ അത് വേറെ കേസ്. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യണം, നമ്മുടെ കയ്യിലൊരു സ്റ്റോക്ക് ഉണ്ടായാൽ മാത്രം പോരാ. അപ്പോൾ എന്ത് ചെയ്യണം? ആ കമ്പനിയുടെ കുറിച്ച് ഫണ്ടമെൻ്റലായിട്ട് എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യണം. അതുകൊണ്ടാണ് ഈ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്കതിനെ ഫോളോ ചെയ്യാൻ പറ്റിയല്ലാന്ന് വിദഗ്ധർ പറയുന്നത്. അപ്പം നമ്മളെന്ത് ചെയ്യണം? ഓരോ കറക്ഷൻ്റെ സമയത്തും ഇതുപോലെയുള്ള നല്ല വളർച്ചാ സാധ്യതയുള്ള സ്റ്റോക്കുകൾ എന്ത് ചെയ്യണം? നമ്മൾ നോക്കി വെച്ചേക്കണം. നമ്മൾ നോക്കി വെച്ചിട്ട് അത് നല്ലൊരു വാല്യുവേഷനിൽ നല്ലൊരു പ്രൈസിൽ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം? വാങ്ങിക്കാൻ വേണ്ടി പാകത്തിന് നമ്മൾ പഠിച്ച് റെഡിയാക്കി വെച്ചേക്കണം. എന്നിട്ട് പിന്നെ ആ ഒരു നല്ല വാല്യുവേഷന് നല്ല ഒരു റേറ്റ് വരുമ്പോഴത്തേനും വാങ്ങിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം?
ഇതുപോലുള്ള റാലിയുടെ സമയത്ത് ആ ഒരു റാലി ആസ്വദിക്കുക വേണ്ടത്. സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു നിശ്ചയ ശതമാനം റിട്ടേൺ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ മുതൽ ഊരിയെടുക്കുക, പ്രോഫിറ്റ് ഊരിയെടുക്കുക, അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റോക്കിൻ്റെ എണ്ണം പകുതിയായിട്ട് കുറയ്ക്കുക. അങ്ങനെയുള്ള നടപടികളാണ് ഇതുപോലെയുള്ള റാലിയുടെ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അതന്നെയാണ്, അതൊക്കെ സ്വന്തമായിട്ട് തീരുമാനിക്കണം കേട്ടോ. അങ്ങനത്തെ എന്നാലേ നമ്മുടെ പോർട്ട്ഫോളിയോ, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ജീവിതമൊക്കെ വലിയൊരു വളർച്ചയിലേക്ക് വരുള്ളൂ. അടുത്ത സ്റ്റോക്ക് എന്ന് വെച്ചാൽ ന്യൂജൻ സോഫ്റ്റ്വെയർ എന്നുള്ളതാണ്. ഇതിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ ദിവസം നോക്കി 5%. കഴിഞ്ഞ ദിവസം ബോണസൊക്കെ വന്നൊരു 1:1 ബോണസ് വന്ന്, അത് കഴിഞ്ഞിട്ട് അവൻ 5% റിട്ടേൺ, നല്ലൊരു റിട്ടേണിലിരിക്കുന്നു. 5 ദിവസത്തെ പെർഫോമൻസ് നോക്കി 1% മുകളിൽ പ്രോഫിറ്റ്, 1 മാസത്തെ നോക്കി 16% റിട്ടേൺ, 6 മാസം നോക്കി 143% റിട്ടേൺ, 1 കൊല്ലം നോക്കി 304% റിട്ടേൺ, 5 കൊല്ലം നോക്കി 441, മാക്സിമം ചാർട്ട് പാറ്റേൺ 598%. അപ്പം ഞാൻ ഇത് സ്റ്റോക്കിനെ കുറിച്ച് ആദ്യം വീഡിയോ ഇടുമ്പോൾ എത്രയായിരുന്നു? ഈ ബോണസിന് മുന്നായിരുന്നു. അപ്പോൾ എത്രയും 360 രൂപയ്ക്കായിരുന്നു. ഇപ്പോൾ അത് ബോണസ് വന്നപ്പോൾ എത്രയായി? 180 രൂപ റേഞ്ചിലാണ് ഞാനന്ന് വീഡിയോ ഇടുന്നത്. ഇപ്പോൾ 180 രൂപ റേഞ്ചിൽ നിന്ന് ഇപ്പോൾ എത്ര ശതമാനം റിട്ടേൺ കിട്ടി? ഏകദേശം 300% മുകളിൽ റിട്ടേൺ കിട്ടിയിട്ടുണ്ടല്ലേ. 180 ഏരിയയിലാണ് വന്നേക്കുന്നത്. അവിടുന്ന് ഇപ്പോൾ എത്ര ശതമാനം കിട്ടി? ഏകദേശം 300% മുകളിലാണ് റിട്ടേൺ കിട്ടിയേക്കുന്നത്. അപ്പം നമ്മളെന്ത് ചെയ്യണം? ഇതുപോലെയുള്ള നല്ല സ്റ്റോക്കുകൾ നല്ല വാല്യുവേഷനിൽ വരുമ്പോഴത്തേനും വാങ്ങിക്കണം. അത് കണ്ണും പൂട്ടി അങ്ങ് വാങ്ങിച്ചാൽ പോരാ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. എന്നിട്ട് പിന്നെ ആ ഒരു കമ്പനീനെ ഫോളോ ചെയ്യാനും പറ്റണം നമുക്ക്. എപ്പോഴും നമുക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഫണ്ടമെൻ്റലായിട്ട് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്നുണ്ടോ, റിസൾട്ടുകളൊക്കെ നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ വേണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെയുള്ള റാലിയുടെ സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഒന്നുകിൽ നമ്മുടെ മുതൽ ഊരിയെടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുക. പിന്നെ നമ്മൾ ഭാവി നമ്മുടെ ഒരു വലിയ ലക്ഷ്യങ്ങളിലേക്കൊക്കെ നമുക്ക് വലിയൊരു ലക്ഷ്യമൊക്കെ ഉണ്ടാക്കി തരാൻ പറ്റിയൊരു കമ്പനികളൊക്കെയാണിത്. കാരണം നമ്മുടെ ഒരു ഡ്രീം റണ്ണിലേക്ക് പോകണം. ഇതൊക്കെ തുടങ്ങി തന്നെ ഒരു വലിയ വളർച്ചയിലേക്ക് വരുന്നൊരു കാലഘട്ടത്തിൽ നിൽക്കുന്ന സ്റ്റോക്കുകളാണിതൊക്കെ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഇതുപോലുള്ള കമ്പനികൾ കണ്ടെത്തിയിട്ട് അതിനെ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിനെ കമ്പനിയെ പറ്റി പഠിച്ചുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അടുത്ത കമ്പനി എന്ന് പറഞ്ഞാൽ ഏതാ? നെറ്റ് വെബ് ടെക്നോളജി. ഇതധികം കാലമൊന്നും ആയില്ല ഞാൻ വീഡിയോ ഇട്ടിട്ട്. 811 രൂപയില്ല ഞാനന്ന് വീഡിയോ ഇട്ട്. ഇപ്പോൾ റിട്ടേൺ നോക്കി 1452 രൂപയായി. അപ്പോൾ ഇതുപോലുള്ള കമ്പനികൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും ആ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് തന്നെ ആ കമ്പനിയുടെ വളർച്ചാ സാധ്യത നോക്കണം. കമ്പനീനെ പറ്റി നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു 5 ദിവസത്തെ പെർഫോമൻസ് നോക്കി 18% റിട്ടേൺ, 1 മാസത്തെ നോക്കി 16% റിട്ടേൺ, 6 മാസത്തെ നോക്കി 59% റിട്ടേൺ, 1 കൊല്ലത്തെ നോക്കി 59, 5 വർഷത്തെ നോക്കിയപ്പോൾ 61%, മാക്സിമം 61. കാരണം എന്നാ? ഇത് അധികം കാലം ആയില്ല ലിസ്റ്റ് ചെയ്തിട്ട്. 2021 ഈ അധികം കാലം ആവാതെ ലിസ്റ്റ് ചെയ്തേക്കും. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എത്രയായിരുന്നു? ഏകദേശം 811 രൂപയുടെ അടുത്താണ് ഞാൻ ഈ സ്റ്റോക്കിൽ വീഡിയോ ചെയ്തത്. ഇപ്പോൾ എത്ര ശതമാനം റിട്ടേൺ കിട്ടി? 78%. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഏകദേശം അതൊരു ഇപ്പോൾ തുടങ്ങി അധികം കാലം ആവാത്തൊരു സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കെന്നാ കരുതലോടുകൂടി നിക്ഷേപിക്കേണ്ട സ്റ്റോക്കാണ്. കാരണം ഇതങ്ങ് വന്നു തുടങ്ങി ലിസ്റ്റ് ചെയ്തിട്ട് അധികം കാലം ആകാത്ത കാരണം. അത് കഴിഞ്ഞിട്ട് തന്നെ ആ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് അവനങ്ങോട്ട് ബ്രേക്ക് ഔട്ട് തന്ന് മുകളിലേക്ക് പോവുകയാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെയുള്ള സ്റ്റോക്കുകൾ തന്നെ ചെയ്യണം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ കണ്ടെത്തിയ വളർച്ച അതിലേക്ക് പോകുന്നുണ്ടോ, അതിൻ്റെ ഓരോ ക്വാർട്ടർ റിസൾട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇയർ ഓൺ ഇയർ റിസൾട്ടെങ്കിലും നമ്മളെപ്പോഴും ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ആ കമ്പനിയുടെ വളർച്ചാ സാധ്യത നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെയാണ് പോണതെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള കമ്പനികൾ നമ്മളിപ്പോൾ കണ്ടെത്തുന്ന സ്റ്റോക്കുകളിൽ തെറ്റുപറ്റുമ്പോൾ തന്നെ ചെയ്യണം? അത് അപ്പം തന്നെ നമ്മൾ തിരുത്തി നല്ല സ്റ്റോക്കിലേക്ക് മാറണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നമുക്ക് വളർച്ചാ സാധ്യതയുള്ള
പുതിയ സ്റ്റോക്ക് കണ്ടെത്തുക. അപ്പോൾ ഈ തെറ്റ് തിരുത്താൻ പറ്റിയ സമയം ഏതാ? ഇതുപോലെ ഓൾ ടൈം ഹൈ ആയിട്ട് മാർക്കറ്റ് എപ്പോഴും പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് പറ്റുന്ന തെറ്റുകൾ തിരുത്താൻ പറ്റുന്ന അവസ്ഥ. അപ്പോൾ കാരണം തന്നെ എല്ലാ സ്റ്റോക്കും തന്നെ ഏകദേശം ഓൾ ടൈം ഹൈയും 52 വീക്ക് ഹൈയൊക്കെ എത്തി നിൽക്കുന്ന സമയമായിരിക്കും. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പുതിയ നമ്മുടെ കയ്യിലിരിക്കുന്ന തെറ്റുപറ്റിയ സ്റ്റോക്കുകൾ പോലെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമുക്ക് വലിയ വളർച്ചാ സാധ്യത ഇല്ലാത്ത സ്റ്റോക്കുകളൊക്കെ എന്ത് ചെയ്യണം? നമുക്കത് മാറ്റിയിട്ട് പുതിയ വളർച്ചാ സാധ്യതയുള്ള സ്റ്റോക്കിലേക്ക് മാറുകയും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. പിന്നെ ഇതുപോലുള്ള നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് പെട്ടെന്ന് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്നാ കൂടുതൽ കരുതലും കൂടുതലായിട്ട് നന്നായിട്ടും പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വളർച്ചയിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ പറയുന്നോളട്ടെ ഇതൊക്കെ വളർച്ചാ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ആണെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ആ കമ്പനിയുടെ ഫണ്ടമെൻ്റലായിട്ടുള്ളത് എപ്പോഴും സ്വന്തമായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എപ്പോഴും ആ ഒരു വളർച്ചയുടെ ഒപ്പം തന്നെ പോകാനുള്ള ആത്മവിശ്വാസവും ആ ഒരു ധൈര്യവും നമുക്ക് കിട്ടുമെന്നുള്ളതും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതൊരു ബൈയോ സെല്ലർ റെക്കമെൻഡേഷനും നല്ല കമ്പനികളെ പരിചയപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നത്. നന്ദി, നമസ്കാരം, താങ്ക് യു.